ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് നമുക്കിപ്പം ബ്രെഡിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നമുക്ക് പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അധികം വൈകിക്കണില്ല, എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ്റെ നമുക്ക് ഒരു 2 കിലോ അടുക്കിയ ചിക്കൻ മേടിച്ചിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു മുട്ടയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ ഫ്രൈ ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോഴത്തേക്കും ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കതൊന്ന് വഴറ്റാനിടാം. അപ്പം ഞാനിതൊക്കെ എല്ലാം ഒരേ റേഞ്ചിൽ തന്നെയാണ് ചെയ്തു പോണത്. അപ്പോൾ ഓവനിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഞാൻ സവാള വഴറ്റാനിട്ടു. സവാള ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 5 പച്ചമുളകും കൂടി നന്നായിട്ട് ചതച്ചിട്ട് അതും കൂടി സവാളയിട്ട് വഴറ്റുകയാണ്. അപ്പം ഞാൻ ചിക്കനിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടത്. അപ്പോൾ ഞാൻ കുറച്ച് നാച്ചുറലായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് 2 തക്കാളി അരിഞ്ഞ് അതും കൂടി വഴറ്റാനിട്ട് അപ്പം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് പയ്യെ ഒന്ന് വഴലിട്ട് ഒരു നല്ല റെഡിഷ് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടണവരെ ചെറിയ തീയിലിട്ടാണ് ഞാൻ വഴറ്റണത്. അപ്പോൾ ദേ ആ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ 2 സ്പൂൺ ഉപ്പ് ഞാൻ വറുക്കാൻ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിൽ. അപ്പോൾ ദേ പയ്യെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നല്ലൊരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ അങ്ങനത്തെ ഒരു കളർ കിട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഈ സവാളയിലേക്ക് ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, അത് നിങ്ങൾക്ക് ആവശ്യത്തിന്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഓൾറെഡി 2 സ്പൂൺ ഇട്ടതെന്ന് പറഞ്ഞാൽ വേറെ കുരുമുളക് പൊടിയും മുളക് പൊടിയൊന്നും ഇടണില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേന്. ഇതൊന്ന് മൂപ്പിക്കണം, വെള്ളം ഒഴിക്കാണ്ട് അതിന് മൂത്ത് കിട്ടണം. അപ്പോഴത്തേക്ക് ഞാൻ ഒരു മുറി തേങ്ങ, നല്ല കട്ടി തേങ്ങാപ്പാൽ, ഒരു മുറി തേങ്ങാപ്പാലെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് 1 കപ്പിൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടികളെല്ലാം മൂത്ത് സവാളയിൽ പെരണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഒരു കട്ടി തേങ്ങാപ്പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അത് പയ്യൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തെയും മസാലയും കാര്യങ്ങളൊക്കെ തേങ്ങാപ്പാലിൽ പിടിക്കണവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് വെട്ടിത്തിളച്ച് തിക്ക് ഗ്രേവിയായി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി തിക്ക് ഗ്രേവിയാണെന്ന് വെച്ചാൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. ഉണ്ടാവും, നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് ചിക്കൻ ഓവനിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ആ തേങ്ങാപ്പാലിലേക്ക് ആ മസാലയിലേക്ക് നമുക്ക് പയ്യെ ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉപ്പ് വേണോ, എക്സ്ട്രാ ഗരം മസാല വേണോ, ചിക്കൻ മസാല വേണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വൈറ്റിഷ് കളറൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഇളക്കി യോജിപ്പിച്ചു. അതിന് ശേഷം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കളറൊക്കെ മാറിക്കിട്ടണുണ്ടോ, ഒരു നല്ല യെല്ലോ കളറ് നമുക്കിതിന് കിട്ടിത്തുടങ്ങും. അപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളക്കട്ടെ. വെട്ടിത്തിളച്ച് നല്ലൊരു കുറുകിയ പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലിൽ കിടന്ന് ചിക്കൻ ഒന്നും കൂടി വെന്ത് നല്ല കുറുകിയ പാകമായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. പൊറോട്ടയ്ക്കും ബ്രെഡിനും പത്തിരി അങ്ങനെ സൂപ്പർ കോമ്പിനേഷനാണ്. നമുക്ക് മധുരിപ്പോട് കൂടിയുള്ളൊരു ചിക്കൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസോ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.